അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് സ്റ്റോഴ്സ് ലെഡ്ജർ ആസ് പെർ ഫിഫോ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാണ്. ഫിഫോ പ്രകാരമുള്ള സ്റ്റോഴ്സ് ലെഡ്ജർ ആണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വൃത്തിയിൽ വായിച്ചു അങ്ങോട്ട് നോക്കിയാ. 1st January 2021 ഓപ്പണിംഗ് സ്റ്റോക്ക് 250 at the rate of 1 എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുക എപ്പോഴും നമ്മുടെ ബാലൻസ് കോളം ഉണ്ടല്ലോ, അതായത് റെസിപ്റ്റ് കോളം ഉണ്ട്, ഇഷ്യൂ കോളം ഉണ്ട്, ബാലൻസ് കോളം ഉണ്ട്. ആ ബാലൻസ് കോളത്തിലാണ് നമ്മൾ എന്ത് കാണിക്കുക? ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുക. റൈറ്റ്. ദെൻ 3-ാം തീയതി നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലെ? പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എത്ര ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്തത്? 100 ക്വാണ്ടിറ്റി അല്ലെ? എത്ര റേറ്റ് വരുന്നത്? 1.05. ദെൻ ഇത് ഏത് കോളത്തിൽ നമ്മൾ റെസീറ്റ് റെക്കോർഡ് ചെയ്യുക? റെസീറ്റ് കോളത്തിലാണോ, ഇഷ്യൂ കോളത്തിലാണോ, ബാലൻസ് കോളത്തിലാണോ? റെസീറ്റ് കോളത്തിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്തു, എവിടെ കാണിക്കും? റെസീറ്റ് കോളം. പിന്നെ നമ്മൾ ഇഷ്യൂ ചെയ്തു, ഏത് കോളത്ത് കാണിക്കും? ഇഷ്യൂ കോളം. പർച്ചേസ് ചെയ്തു, എവിടെ കാണിക്കും? റെസീറ്റ് കോളം. ഇഷ്യൂ പർച്ചേസ്ഡ് ഇഷ്യൂ. ഇതൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ബാലൻസിലും അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇതാണ് ഫോർമാറ്റ്. നമ്മൾ പറഞ്ഞു ദിസ് ഇസ് ദി ഫോർമാറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് റെസീറ്റ് കോളം കാണാം, ഇഷ്യൂ കോളം കാണാം, അതുപോലെ ബാലൻസ് കാണാം അല്ലെ? ബാലൻസ് കാണാം. അപ്പൊ നമ്മൾ ആദ്യം ജനുവരി 1-ാം തീയതി ഡേറ്റ് നമ്മൾ എഴുതി. ജനുവരി 1 ഏതാ? 2020 അല്ലെ? 2020 ജനുവരി 1 21 ആണ് അല്ലെ? 21. ഓക്കെ, 21 ജനുവരി 1. അപ്പം നമ്മളോട് ബാലൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? എത്രയായിരുന്നു ബാലൻസ് പറഞ്ഞിരിക്കുന്നത്? 250 യൂണിറ്റ് ആണ് പറഞ്ഞല്ലേ? അപ്പൊ റെസീറ്റ് കോളത്തിലാണോ എഴുതേണ്ടത്? ബാലൻസ് എവിടെയാണോ? ഇഷ്യൂ കോളത്തിലാണോ? നോ. ഏത് കോളത്തിലാ? ആ ബാലൻസ് കോളത്തിൽ. എത്രയാ? 250 യൂണിറ്റ് അറ്റ് ദി റേറ്റ് ഓഫ്, റേറ്റ് എത്രയും പറഞ്ഞത്? 1. അപ്പൊ എമൗണ്ട് എത്രയുണ്ടാവും? 250 അല്ലെ? 250. ഇത് എന്താണ്? ബാലൻസ് ആണ്. ഓക്കെ. ഇനി ജനുവരി 3-ാം തീയതി അല്ലെ? ജനുവരി 3-ന് ഇഷ്യൂ ആണോ ചെയ്തത്? പർച്ചേസ് ആണോ ചെയ്തത്? പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലെ? എത്ര ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്തത്? 100 ക്വാണ്ടിറ്റി. അപ്പൊ ക്വാണ്ടിറ്റിയിൽ നമ്മൾ റെസീറ്റ് കോളത്തിൽ പർച്ചേസ് ആയതുകൊണ്ട് റെസീറ്റ് കോളത്തിൽ 100 പ്ലേസ് ചെയ്തു. ക്വാണ്ടിറ്റി എത്രയാണ്? 100 ആണ്. റേറ്റ് എത്രയാണ്? 1.05. ഇപ്പൊ 1.05 ഇൻറ്റു 100 ചെയ്ത് 105 കിട്ടും. ക്ലിയർ? ദെൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ ആ ദിവസം? ഇല്ല. നമ്മളെ കയ്യിൽ ബാലൻസ് ഉണ്ട്. എത്ര ബാലൻസ് ഉണ്ട്? 250 ഇൻറ്റു 1 250 ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ 100 ഇൻറ്റു 1.05 105 അല്ലെ? 105. ഇതാണ് നമ്മളെ ബാലൻസ്. ക്ലിയർ? അതിങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് പോകണം. ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് പോകണം. ഇനി നമ്മൾ ഡേറ്റ് ഏതായിരുന്നു? ജനുവരി 5 അല്ലേ? ജനുവരി 5. എത്രയാ ക്വാണ്ടിറ്റി പർച്ചേസ് ഇടാം അല്ലെ? എത്രയാ? 200 യൂണിറ്റ് ആണ് പർച്ചേസ്. റേറ്റ് എത്രയാണ്? സെയിം റേറ്റ് ആണ്. 1.05 ആണ് റേറ്റ്. അപ്പം 210 വരും അല്ലെ? ഓക്കെ. ഇഷ്യൂ ഉണ്ടോ? ഇല്ല, ഇഷ്യൂ ഇല്ല. ദെൻ ബാലൻസ് നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? നമ്മൾ ആദ്യം നമ്മുടെ കയ്യിലുള്ള 250 അവിടെയുണ്ട്, 250 ഉണ്ട്. ദെൻ 3-ാം തീയതി വാങ്ങിയ 100 ഇൻറ്റു 1.05 105 അവിടെയുണ്ട്. ദെൻ 5-ാം തീയതി ഇപ്പോൾ വാങ്ങിയ 200 ഇൻറ്റു 1.05 210 അവിടെയുണ്ട്. ഇത്രയും ബാലൻസ് ഉണ്ട്. ക്ലിയർ? ഓക്കെ. ദെൻ 5-ാം തീയതി നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്യുമുലേറ്റ് ചെയ്യാം. ഇത് ഒരേപോലെയുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്യുമുലേറ്റ് ചെയ്തിട്ട് സെയിം റേറ്റ് അടുപ്പിച്ച് വരികയാണെങ്കിൽ, ക്ലോസ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ ക്യുമുലേറ്റ് ചെയ്യാം. അതായത് 300 ഇൻറ്റു 1.05 ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. ദെൻ 5-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 7-ാം തീയതിയാണ് പറയുന്നത് അല്ലെ? ഓൺ 7th January. നിങ്ങൾ ഇവിടെ എഴുതുന്ന സമയത്ത് ഇങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ ഗ്യാപ്പ് കണക്കാക്കിയിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഡേറ്റ് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇതിന്റെ തൊട്ട് താഴെ തന്നെ എഴുതി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് എഴുതാനുള്ള സ്പേസ് ഇല്ല. ഓക്കെ, അത് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പൊ 7-ാം തീയതി എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റെസീറ്റ് കോളത്തിൽ എഴുതാനുണ്ടോ? ഇല്ല, ഇഷ്യൂ കോളത്തിൽ എഴുതാനുണ്ട്. എത്ര ഇഷ്യൂ ചെയ്തത്? 250 അല്ല, ഇഷ്യൂ പറഞ്ഞിരിക്കുന്നത് 400 യൂണിറ്റ് ആണ്. എത്രയാ പറഞ്ഞത്? 400 എങ്ങനെ എടുക്കുക? ഫിഫോ മെത്തേഡ് പ്രകാരം ആദ്യം എവിടെ നിന്ന് എടുക്കണം? 250 നിന്ന് എടുക്കണം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെ? ആദ്യം 250 കൊടുത്തു. 250.
ഇൻറ്റു എത്രയാ 1 250. 400ലേക്ക് ഇനി എത്രയും കൂടെ വേണം 150 കൂടെ വേണം അല്ലെ. ഇത് ഒരേ റേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം 150 എടുക്കാം. ഒരേ റേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് 150 എടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു 150 ഇൻറ്റു 1.05 എത്ര വരും 157.50 അല്ലെ 50 157. ഇനി ബാലൻസ് നോക്കുന്ന സമയത്ത് ഈ 250 ഉണ്ടോ? ഇല്ല. ഈ 300ൽ നിന്ന് എത്ര പോയിട്ടുണ്ട് 150 പോയിട്ടുണ്ട്. ബാക്കി എത്രയുള്ളത് 150 ഉണ്ടാവുക. ശരിയല്ലേ? അപ്പൊ 150 ഇൻറ്റു 1.05 എത്ര വരും 157.50. ഇതാണ് എന്ത് ഈ ഡേറ്റിലെ ബാലൻസ്. ഏത് ഡേറ്റിലെ 7-ാം തീയതിയുടെ ബാലൻസ് എന്ന് പറയുന്നത്. ദെൻ നമ്മള് 10-ാം തീയതിയിലേക്ക് എത്തി. 10-ാം തീയതി ജനുവരി 10 എത്തി. എന്താ ചെയ്തത് പർച്ചേസ് ചെയ്തു. എത്ര ക്വാണ്ടിറ്റിയാ 400 യൂണിറ്റ്. എത്ര റേറ്റ് എത്രയാ 1.20. അപ്പം 400 ഇൻറ്റു 1.20 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 480. ഇഷ്യൂ ഉണ്ടോ? ഇല്ല. ബാലൻസ് ഉണ്ട് അല്ലെ. കഴിഞ്ഞ ബാലൻസ് ഇല്ലേ എത്ര 150 ഇൻറ്റു 1.05 157.50 അല്ലെ. ദെൻ ഇപ്പം വാങ്ങിയ എത്രയുണ്ട് 400 ഇൻറ്റു 1.20 480. ഇത്രയും ബാലൻസ് ഈ ഡേറ്റിലുണ്ട്. റൈറ്റ്. ദെൻ എത്രാം തീയതിയാ 12 അല്ലെ. 12-ാം തീയതി എന്താ ചെയ്തത് 12-ാം തീയതി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എത്ര ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്തത് 150 യൂണിറ്റ് ഒരുമിച്ച് എടുക്കാനുണ്ടല്ലോ ഇല്ലേ. ഏതാ റേറ്റ് വരിക 1.05 എത്രയാ 157.50. ദെൻ ബാലൻസ് ഉള്ളത് ഏതായിരിക്കും 400 ഇൻറ്റു 1.20 480. ദെൻ 12 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 15-ാം തീയതിയാണ് അല്ലെ. 15-ാം തീയതി എത്രയാ ഇഷ്യൂ ചെയ്യുന്നത് എത്ര ഇഷ്യൂ ചെയ്തത് 100 ഇഷ്യൂ ചെയ്യുന്നു അല്ലെ. അപ്പം റെസീറ്റ് കോളത്തിലാണോ ഉണ്ടാവുക? അല്ല, ഇഷ്യൂ കോളത്തിൽ എന്ത് ചെയ്തു 100 ഇഷ്യൂ ചെയ്തു. റേറ്റ് എത്രയാണ് 100 ഔട്ട് ഓഫ് ഈ 400 എന്നല്ലേ കൊടുത്തത്. അതിന്റെ റേറ്റ് എത്രയാ 1.20. അപ്പം 120 വരും അല്ലെ. ബാലൻസ് എത്രയുണ്ടാവും 300 ഇൻറ്റു 1.20 360 ഉണ്ടാവും. റൈറ്റ്. അപ്പൊ ഇതേപോലെ നമ്മൾ ഇഷ്യൂവും ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ് ഓരോ റെസീറ്റ്സും നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകണം. ഓക്കെ. ദെൻ 15-ാം തീയതി കഴിഞ്ഞു. 15-ാം തീയതി കഴിഞ്ഞാൽ ഇത് റെസീറ്റ് ആണ്, ഇത് ഇഷ്യൂ ആണ്, ഇത് ബാലൻസ് ആണ്. ഓക്കെ. 15-ാം തീയതി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി വരുന്നത് ഏതാണ് 16-ാം തീയതിയാണ് അല്ലെ. 16-ന് നമ്മള് പർച്ചേസ്ഡ് 100 യൂണിറ്റ് 1 ഈച്ച് അല്ലെ. അപ്പം പർച്ചേസ് 100 യൂണിറ്റ് അറ്റ് ദി റേറ്റ് ഓഫ് 1 ഈച്ച് എന്ന് പറയുമ്പോൾ എത്ര വരും 100 വരും. ബാലൻസ് അല്ല ഇഷ്യൂ ഉണ്ടോ അന്ന്? ഇല്ല, ഇഷ്യൂ ഇല്ല. ദെൻ ബാലൻസ് വരും അല്ലെ. നേരത്തെ എത്ര ബാലൻസ് വരും? നേരത്തെ 300 അല്ലെ. 300 ഇൻറ്റു 1.20 360 വരും. ഇപ്പൊ വാങ്ങിയ എത്രയുണ്ട് 100 ഇൻറ്റു 100 വരും. ഓക്കെ. ഇനി 16 കഴിഞ്ഞാൽ പിന്നെ 25-ാം തീയതി എന്താ ചെയ്തത് വീണ്ടും പർച്ചേസ് ചെയ്തു. എത്ര യൂണിറ്റ് 200 യൂണിറ്റ്. റേറ്റ് എത്രയാ 1.25 എത്ര വരും 250 റുപ്പീസിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇഷ്യൂ ഉണ്ടോ അന്ന്? ഇല്ല. ബാലൻസ് എത്രയുണ്ടാവും 3 ബാലൻസ് ഉണ്ടാവും അല്ലെ. അതായത് 300 ഇൻറ്റു 1.2 ദാറ്റ് ഈസ് 360. ദെൻ 16-ാം തീയതി വാങ്ങിയ 100 ഇൻറ്റു 100. ദെൻ 25-ന് വാങ്ങിയ 200 ഇൻറ്റു 1.250 25250. ക്ലിയർ? ഇത്രയും ബാലൻസ് ഉണ്ട് അല്ലെ. ദെൻ ഓൺ ലാസ്റ്റ് ഡേ 31st എന്താ ചെയ്യുന്നത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അല്ലെ. എത്ര യൂണിറ്റ് ഇഷ്യൂ ചെയ്ത് 300 എന്ന് പറഞ്ഞാൽ ഇതിൽ നേരിട്ട് എടുത്തു കൊടുക്കാലോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലേ. അതുകൊണ്ട് 300 ഇൻറ്റു 1.20 is equal to 360 അല്ലെ. ഇനി ബാലൻസ് ഉള്ളത് ഏതാണ്? ഇത് രണ്ടും അല്ലേ ബാലൻസ് ഉള്ളത്. 100 ഇൻറ്റു 100ഉം ദെൻ 200 ഇൻറ്റു 1.25 250. ഓക്കെ. സോ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം ചെയ്ത് ഫോർമാറ്റിലല്ല ഞാൻ ചെയ്ത് സെയിം ഫോർമാറ്റിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ എഴുതാം വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് is equal to 100 at the rate of 1 is equal to 100. Then 200 at the rate of 1.525 is equal to
250. സോ വാല്യൂ ഓഫ് സ്റ്റോക്ക് എത്രയാ? 350. ഇതാണ് നമുക്ക് ചെയ്യാനുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണോ? ഇതൊന്ന് വർക്കൗട്ട് ചെയ്യണം.